ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ കുതിപ്പിന്റെ പാതയിലെന്ന് റിപ്പോർട്ട്. 2030 ഓടെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ $27 ട്രില്യൺ എത്തുമെന്നും 2038 ഓടെ $34 ട്രില്യൺ എത്തുമെന്നും ഇവൈ ഇക്കണോമി വാച്ചിന്റെ 2025 ഓഗസ്റ്റ് പതിപ്പ് പ്രവചിക്കുന്നു. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിസ്ഥാന കാര്യങ്ങൾ, അനുകൂലമായ ജനസംഖ്യാശാസ്ത്രം, തുടർച്ചയായ ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നിവയാണ് ദീർഘകാല വളർച്ചയുടെ പ്രധാന കാരണം എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സാഹിത്യകാരൻ കോട്ടയം തിരുവഞ്ചൂർ വെങ്കടത്ത് ഷാജി എപ്പ് അന്തരിച്ചു. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 22 കോട്ടയത്ത് വച്ചുണ്ടായ അപകടത്തെ തുടർന്ന് നട്ടെല്ലിന് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഗവൺമെന്റ് പ്രസ് ഉദ്യോഗസ്ഥനാണ്. ദീർഘകാലമായി കോട്ടയം പബ്ലിക് ലൈബ്രറി മാനേജിംഗ് കമ്മിറ്റി അംഗമായി സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന അദ്ദേഹം കോട്ടയത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു. തൃശൂരിലെ ലുലുമാൾ നിർമ്മാണം വിവാദത്തിലായതിനിടെ സുപ്രധാന ഇടപെടലുമായി ഹൈക്കോടതി. ലുലുമാൾ പദ്ധതിയിൽ ഭൂമി തരം മാറ്റിയ ആർഡിഒയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഭൂമി തരം മാറ്റാനുള്ള ലുലു ഗ്രൂപ്പിന്റെ അപേക്ഷ വീണ്ടും പരിഗണിക്കണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച വിഷയത്തിൽ 4 മാസത്തിനകം ആർഡിഒ തീരുമാനമെടുക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ലുലുമാളിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഓണം ഇവിടെയാണ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണാഘോഷം ഗായകരായ വിജയ് യേശുദാസ്, സുദീപ് കുമാർ, രഞ്ജിനി ജോസ്, രാകേഷ് ബ്രഹ്മനാന്ദൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 10 ദിവസം നീണ്ടും നിൽക്കുന്ന ആഘോഷങ്ങൾ അടുത്ത മാസം 7 സമാപിക്കും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് 108 ആംബുലൻസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പദ്ധതിയിൽ നടന്നത് 250 കോടിയോളം രൂപയുടെ കമ്മീഷൻ തട്ടിപ്പെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തല. 2019 കുറയ്ക്കുക 24 കാലഘട്ടത്തിൽ കാബിനറ്റിന്റെ പ്രത്യേക അനുമതിയോടെ 517 കോടി രൂപയ്ക്കാണ് 316 ആംബുലൻസുകളുടെ നടത്തിപ്പ് 5 വർഷത്തേക്ക് സെക്കന്ദരാബാദ് ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനിക്ക് നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, പി.കെ. ഫിറോസ് എന്നിവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെടി ജലീൽ. സൈബർ ഗുണ്ടകളെ ചുറ്റും നിർത്തി തിമർത്താടുന്ന ത്രിമൂർത്തികളാണ് 3 പേരുമെന്ന് കെടി ജലീൽ തുറന്നടിച്ചു. ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് മൂവരുമെന്നും ഇവർ യുഡിഎഫിന് ഭാരമാകുമെന്നും കെടി ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കെപിസിസി വർക്കിംഗ് പ്രസിഡന്റും എംപിയുമായ ഷാഫി പറമ്പിലിനെ വടകരയിൽ ഡിവൈഎഫ് പ്രവർത്തകർ നടുറോഡിൽ തടഞ്ഞ് തെറി വിളിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇത്തരം പ്രവർത്തനങ്ങളോട് കൈയും കെട്ടി നോക്കിയിരിക്കും എന്ന് വിചാരിക്കരുത് എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അടിച്ചാൽ തിരിച്ചടിക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് കോൺഗ്രസുകാർ എന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ കേസെടുത്തു. ക്രൈംബ്രാഞ്ചാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിരിക്കുന്നത്. ഡിജിപിക്കും പല സ്റ്റേഷനുകളിലും കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഈ പരാതികളിൽ പറയുന്ന സ്ത്രീകളുടെ മൊഴിയെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിന് നന്ദിയുണ്ടെന്നായിരുന്നു വി.ഡി. സതീശൻ പറഞ്ഞത്. രാഹുലിനെതിരെ പരാതിയോ എഫ്ഐആറോ ഒന്നുമില്ലാതിരുന്നിട്ടും ധാർമ്മികതയുടെ പേരിൽ നടപടി എടുത്തുവെന്നാണ് സതീശൻ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ സിബിഎം നടപടിയെടുക്കാത്തതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു. കൊച്ചിയിൽ ഐഡി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനും സുഹൃത്തുക്കൾക്കും എതിരെ കേസ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. സംഭവത്തിൽ 3 പേര് അറസ്റ്റിലായിട്ടുണ്ട്. ലക്ഷ്മി മേനോൻ ഒളിവിലാണെന്നാണ് വിവരം.